എജു പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 10ാം ക്ലാസ്സിലെ സിലബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ കിടക്കി എന്ന് കേട്ടിട്ടുണ്ടോ? കിടക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ജാലകം, ജനൽ അല്ലെങ്കിൽ വിൻഡോ എന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള കിടക്കി എന്ന് പറയുന്ന ഒരു ലഘുകഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേര് സഫറോം കി ജുഗൽബന്ദി എന്നാണ്. ഇക്കായി ഏക് സഫറോം കി ജുഗൽബന്ദി. സഫർ എന്ന് വെച്ചാൽ യാത്രയാണ്. അപ്പം ഇവിടെ ജുഗൽബന്ദി എന്ന് പറയുന്നത് സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. അപ്പം ജുഗൽബന്ദി എന്നതിൻ്റെ അർത്ഥം സംഗീതത്തിൻ്റെ സമന്വയം എന്നാണ്. അപ്പം നമുക്കിവിടെ യാത്രയെ സംബന്ധിച്ചായതുകൊണ്ട് സഫറോം കി ജുഗൽബന്ദി എന്നത് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? യാത്രകളുടെ സമന്വയം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. നമ്മൾ ഈ യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സും യാത്രകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു പേജിൽ നമ്മളൊരു ചെറിയൊരു ബോക്സിലൊരു കവിത കാണുന്നുണ്ട്. അപ്പം നമുക്ക് ആ കവിതയൊന്ന് നോക്കാം. ഇസ് സഫർ മേ നീന്ത് ഐസി ഖോ ഗയി ഹം ന സോയെ രാത്ത് ഥക് കർ സോ ഗയി. ഇസ് സഫർ മേ, ഈ യാത്രയിൽ, നീന്ത് ഐസി ഖോ ഗയി, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഹം ന സോയെ, എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. രാത്ത് ഥക് കർ സോ ഗയി, രാത്രി ക്ഷീണിച്ച അവശയായിട്ട് ഉറങ്ങുന്നത് വരെ എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. രാഹി മാസൂം റാസ എഴുതിയിട്ടുള്ള ഒരു ചെറിയ കവിതയാണ്. അപ്പോൾ നമ്മുടെ കിടക്കി എന്ന ലഘുകഥയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരു സ്ത്രീ കുറച്ച് ഭാണ്ഡക്കെട്ടുകളുമായിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പം അവരുടെ കയ്യിൽ എന്താണ്? അവരുടെ ചുറ്റുള്ളത് വസ്ത്രങ്ങളുടെ ഭാണ്ഡക്കെട്ടാണ്. അപ്പോൾ എന്താണ് ഇവർക്ക് ഈ കഥയുമായിട്ടുള്ള ബന്ധമെന്ന് നമുക്ക് ഈ പാഠഭാഗം വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഇനി നേരെ നമ്മുടെ ലഘുകഥയിലേക്ക് കടക്കാം. അടുത്ത പേജിലായിട്ട് നമുക്കൊരു അനൗൺസ്മെൻ്റാണ് കാണാൻ സാധിക്കുന്നത്. യഹ് ഉദ്ഘോഷൻ പടേ. അപ്പം ഒരു അനൗൺസ്മെൻറ്റ്, നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. ട്രെയിൻ യാത്ര ചെയ്യാൻ പോകുമ്പം നമുക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ഇതുപോലെയുള്ള അനൗൺസ്മെൻറ്റൊക്കെ കേൾക്കാൻ സാധിക്കും. അപ്പം ഇവിടെ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. യഹ് ഉദ്ഘോഷൻ പടേ. ഈ അനൗൺസ്മെൻ്റ് ഒന്ന് വായിച്ചാലോ. യാത്രിയോं कृपया ध्यान दें. गाड़ी नंबर 16,348 तिरुवनंतपुरम से मंगलूर तक जाने वाली തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 पर आ रही है. അപ്പോൾ എന്താണ് ഇവിടെ അറിയിപ്പ്? യാത്രക്കാരെ ദയവ് ചെയ്ത് ശ്രദ്ധിച്ചാലും. ഗാഡി നമ്പർ 16,348, 16,348 ട്രെയിനിൻ്റെ നമ്പറാണ്. അപ്പം അത് ആ ട്രെയിൻ ഏതാണ്? തിരുവനന്തപുരം സെ മാംഗ്ലൂർ തക് ജാനെ വാലി. തിരുവനന്തപുരത്ത് നിന്ന് മാംഗ്ലൂരിലേക്ക് യാത്ര പുറപ്പെടുന്ന ട്രെയിനാണ്. അപ്പം ആ ട്രെയിന് തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ ഒരു അനൗൺസ്മെൻറ്റ്. നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇതുപോലെയുള്ള കുറേ അനൗൺസ്മെൻറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്? പിന്നെ ട്രെയിൻ യാത്ര നിങ്ങൾ ഏത് യാത്രയാണ് നിങ്ങൾ ഏറ്റവും ലോങ്ങിലേക്ക് യാത്ര ചെയ്തത് എവിടേക്കാണ്? പിന്നെ ട്രെയിൻ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. ഇനി നമുക്ക് നമ്മുടെ ലഘുകഥ വായിക്കാം. അതിന് മുൻപായിട്ട് എന്താണ് ഹെഡിങ്? കിടക്കി. എന്താണ് കിടക്കി എന്ന വാക്കിൻ്റെ അർത്ഥം? കിടക്കി എന്ന വാക്കിൻ്റെ അർത്ഥം ജാലകം എന്നാണ്. ജനൽ അല്ലെങ്കിൽ ജാലകം, വിൻഡോ എന്നൊക്കെ പറയുന്നതാണ് കിടക്കി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ഈ ലഘുകഥ എഴുതിയിട്ടുള്ളത് അഞ്ജു ഖർബന്ദയാണ്. അഞ്ജു ഖർബന്ദ എന്ന് പറയുന്ന ഒരു ലേഖികയാണ് ഈ ലഘുകഥ എഴുതിയിട്ടുള്ളത്. അഞ്ജു ഖർബന്ദ का जन्म दिल्ली में हुआ. വേ അധ്യാപിക, ലേഖിക തഥാ റേഡിയോ കലാകാർ ഹേ. അപ്പോൾ അവർ ഡൽഹിയിലാണ് ജനിച്ചത്. അവർ അധ്യാപികയായിട്ടും ലേഖികയായിട്ടും പിന്നെ എന്താണ് റേഡിയോ ആർട്ടിസ്റ്റായിട്ടൊക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ലഘു കഥ, കവിത, സംസ്മരൺ ആദി വിധാओं में वे कार्यरत है.
അപ്പം ഷോർട്ട് സ്റ്റോറീസും കവിതകളും പിന്നെന്താ ഓർമ്മക്കുറിപ്പുകളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഉജ്ലി ഹോത്തി ഭേർ, കിങ്സ് ബേ ക്യാമ്പ്, ദില്ലി നയൻ ആദി പ്രകാശിത് കൃതിയാം ഹെ. അപ്പം ഈ 2 കൃതികളാണ് അവരുടേതായിട്ട് പ്രകാശനം ചെയ്തിട്ടുള്ളത്. സാവിത്രിഭായ് ഫൂലെ സമ്മാൻ സേവേ പുരസ്കൃത് ഹെ. അവർക്ക് ലഭിച്ച അവാർഡാണ് എന്ത്? സാവിത്രിഭായ് ഫൂലെ അവാർഡ്. 1971 ഒക്ടോബർ 31 അവർ ജനിച്ചത്. അപ്പോൾ നമുക്ക് എക്സാമിന് ഇത് എങ്ങനെയാണ് ഈ നമ്മൾ ഓതേഴ്സിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ എക്സാമിന് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അപ്പം ഇതുവരെയുള്ള എക്സാമിനൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. ഇനിയിപ്പം സിലബസൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുമ്പം ചാപ്റ്റർ ആദ്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്ററുകളൊക്കെ പഠിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. പാഠം ആരംഭിക്കാം. ഹോഷിയാപൂർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ട്രെയിനിൻ്റെ ഉൾവശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ട്രെയിനിൽ ഒരുപാട് യാത്രക്കാരുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളെ ശ്രദ്ധ പോകുന്നത് ഒരു കുടുംബത്തിലേക്കാണ് അല്ലേ? ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം. അപ്പോൾ ഇവർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ചെറിയൊരു സംഭവമാണ് നമ്മുടെ ഈ ലഘുകഥയുടെ ആധാരം. അപ്പോൾ നമുക്ക് കഥ ആരംഭിക്കാം. ഹോഷിയാപൂർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാപൂരിൽ നിന്നും വിവാഹത്തിൻ്റെ ക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഹോഷിയാപൂർ എന്ന് പറയുന്നത് പഞ്ചാബിലെ ഒരു സിറ്റിയാണ്. ട്രെയിൻ സേ ജാന തൈ ഹുവ. അങ്ങനെ അവർ കല്യാണത്തിന് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദഫ്തക് ദേനെ ലഗി തീ. തണുപ്പ് ചെറിയ രീതിയിൽ തണുപ്പ് വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. ഇസ്ലിയെ സോച്ച ചലോ ഇസ് ബാർ AC के बजाय जनरल कोच से सफ़र का आनंद लिया जाए. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബനാഥൻ എന്ത് തീരുമാനിച്ചു? കുടുംബനാഥൻ ആലോചിച്ചു AC കമ്പാർട്ട്മെൻറ്റിന് ACക്ക് വജായ് ACക്ക് പകരം ജനറൽ കോച്ച് സേ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്രയുടെ ആനന്ദം ആസ്വദിക്കാമെന്ന്. പെഹ്ലെ ബീവി ബച്ചെ ജനറൽ സേ ജാനെ പർ കുച്ച് നാറാസ് ഹുയെ. അപ്പം നമ്മൾ ഗൃഹനാഥൻ ആദ്യം തന്നെ നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാമെന്ന് കുട്ടികളോടും ഭാര്യയോടും പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് കുറച്ച് ദേഷ്യം തോന്നി. പർ ഫിർ തോടി നാ നുകുർ കെ ബാത് മാൻ ഗയെ. അങ്ങനെ കുറേ നേരം അങ്ങനെ സംസാരിച്ചതിന് ശേഷം സമ്മതിപ്പിച്ചെടുത്തു. നാനുകുർ എന്ന് പറഞ്ഞാൽ വിസമ്മതം. കുറേ നേരത്തെ വിസമ്മതത്തിന് ശേഷം അവർ പിന്നീട് അത് അംഗീകരിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ഡൽഹിയിൽ നിന്നും ഏകദേശം 8 മണിക്കൂറിൻ്റെ യാത്രയുണ്ടായിരുന്നു ഹോഷിയാപൂരിലേക്ക്. സീറ്റ് ബുക്ക് ദി. അപ്പം നമ്മുടെ ഗൃഹനാഥൻ ആദ്യം തന്നെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തോ ജ്യാദ പരേശാനി നെഹി ഹുയി. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. ബച്ചോനെ ഛട്ട് കിടക്കി വാലി സീറ്റ് ഛപ്പട്ട് ലി. കുട്ടികൾ എന്ത് ചെയ്തു? ട്രെയിനിൽ കയറിയ പാടെ തന്നെ നേരെ കിടക്കി വാലി സീറ്റ്, ജനലിനോട് ചേർന്നിട്ടുള്ള വിൻഡോ സീറ്റ് അവർ കയറിയ പാടെ തന്നെ അവർ കയറിയിരുന്നു. സാരാ സാമാൻ സെറ്റ് കർ മേ ഓർ പത്നി ബാത്തോ മേ മഷ്ഗുൽ ഹോ ഗയി. അവർ കൊണ്ടുവന്ന ലഗേജൊക്കെ അവർ യഥാസ്ഥാനത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഭാര്യയും പത്നി ഓർ പതി ഭാര്യയും ഭർത്താവും ബാത്തോമേ മഷ്ഗുൽ ഹോ ഗയി. അവരെന്തൊക്കെയോ സംസാരത്തിൽ അങ്ങനെ മുഴുകി. ഇനി നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം എടുത്തത് വരെ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.